ക്രിസ്തുവിന്റെ സ്നേഹം ജീവിക്കേണ്ടത് ദരിദ്രരെ സ്നേഹിച്ചുകൊണ്ടാണെന്ന ഉദ്ബോധനവുമായി ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നർത്ഥം വരുന്ന ദിലക്സിത്തെ എന്ന ലയോ 14 പാപ്പയുടെ ആദ്യ അപ്പസ്തോലിക പ്രബോധനം പുറത്തിറങ്ങി. 121 ഖണ്ഡികകളിലായി പാവപ്പെട്ടവർക്കും രോഗികൾക്കും നൽകുന്ന പരിചരണം, അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടം, അക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകളുടെ സംരക്ഷണം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, കുടിയേറ്റക്കാർക്ക് നൽകേണ്ട പിന്തുണ, കാരുണ്യപ്രവർത്തികൾ, സമത്വം തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് ഫ്രാൻസിസ് പാപ്പ തുടങ്ങിവെച്ച് ലയോ 14 പാപ്പ പൂർത്തിയാക്കിയ ഈ പ്രധാനപ്പെട്ട അപ്പസ്തോലിക ലേഖനം ചിന്താവിഷയമാക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ 4 ലയോ 14 പാപ്പ ഒപ്പിട്ട ഈ അപ്പസ്തോലിക പ്രബോധനം ഒക്ടോബർ 9 വ്യാഴാഴ്ചയാണ് വത്തിക്കാന്റെ പ്രസ് ഓഫീസ് ഏവർക്കും മുന്നിൽ അവതരിപ്പിച്ചത്. ബെനഡിക്ട് പാപ്പ തുടങ്ങിവെച്ച് ഫ്രാൻസിസ് പാപ്പ പൂർത്തിയാക്കിയ ലുമൻ ഫിദേയി എന്ന അപ്പസ്തോലിക പ്രബോധനം പോലെ ഫ്രാൻസിസ് പാപ്പ ദിലക്സിറ്റ്നോസ് എന്ന യേശുവിനെ സ്നേഹിക്കുന്ന ഹൃദയത്തെക്കുറിച്ചുള്ള തന്റെ ചാക്രിക ലേഖനത്തിന്റെ തുടർച്ചയെന്നോണം ആരംഭിച്ച ദിലക്സിത്തെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ലയോ 14 പാപ്പയാണ് പൂർത്തിയാക്കിയത്. ദൈവസ്നേഹവും ദരിദ്രരോടുള്ള സ്നേഹവും തമ്മിൽ വലിയ തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ രേഖയിലൂടെ പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ വിവിധ മുഖങ്ങൾ ലയോ പാപ്പ തന്റെ പ്രബോധനത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ജീവിക്കാൻ വകയില്ലാത്ത, സാമൂഹികമായി ഒറ്റപ്പെട്ട മനുഷ്യർ, ധാർമ്മികത, ആധ്യാത്മികത, സാംസ്കാരിക ദാരിദ്ര്യം തുടങ്ങിയ ചിന്തകളാണ് പാപ്പ മുന്നോട്ട് വയ്ക്കുന്നത്. ദരിദ്രരുടെ മുറിവേറ്റ മുഖങ്ങളിൽ നിഷ്കളങ്കരുടെ സഹനങ്ങൾ പതിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാമെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ജീവിതങ്ങളെ തകർക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന സാമ്പത്തിക വ്യവസ്ഥിതി, അവഗണനയുടെ സംസ്കാരം തുടങ്ങിയ സാമൂഹിക ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന അസമത്വങ്ങളെക്കുറിച്ച് പാപ്പ ഈ പ്രബോധനത്തിലൂടെ ഉദ്ബോധിപ്പിക്കുന്നു. തന്റെ പ്രഥമ അപ്പസ്തോലിക പ്രബോധനത്തിൽ കുടിയേറ്റക്കാരെ പാപ്പ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടും മോശം പെരുമാറ്റങ്ങൾ നേരിട്ടും അക്രമങ്ങൾക്കിരകളായും സഹിക്കേണ്ടി വരുന്ന സ്ത്രീകളെക്കുറിച്ച് പാപ്പ പ്രത്യേകം അനുസ്മരിക്കുന്നുണ്ട്. പാവപ്പെട്ടവരോടും ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരോടുമുള്ള നിസ്സംഗതയ്ക്ക് മറുപടി നൽകുന്ന വേറൊരു ലോകം നിലനിൽക്കുന്നുണ്ടെന്ന് പാപ്പ കാണിച്ചു തരുന്നു. വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും മിഷണറിമാരും ഉൾപ്പെടുന്ന ഒരു ലോകമാണതെന്ന് വ്യക്തമാക്കുന്ന പാപ്പ ഫ്രാൻസിസ് അസീസി, മദർ തെരേസ, അഗസ്തീൻ തുടങ്ങിയ വിശുദ്ധരുടെ ഉദാഹരണങ്ങളും എടുത്തുകാട്ടി. അനീതിയുടെ ഘടനകൾ തിരിച്ചറിയപ്പെടുകയും അവയെ നന്മയുടെ ശക്തി കൊണ്ട് നശിപ്പിക്കുകയും വേണമെന്ന് പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ദരിദ്രരാൽ സുവിശേഷവൽക്കരിക്കപ്പെടാനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ പാപ്പ ദരിദ്രർ സമൂഹത്തിലെ ഒരു പ്രശ്നമല്ല, മറിച്ച് സഭയുടെ കേന്ദ്രം തന്നെയാണെന്ന് ഈ മനോഹര അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ചർച്ച് ഡെസ്ക്, ഷിക്കേന ന്യൂസ്.